ഹായ്. നമ്മളിപ്പോൾ ദിവസവും ന്യൂസിൽ കേൾക്കുന്ന ഒരു വേർഡാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അല്ലേ? ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധം തുടങ്ങിയ ശേഷം ആ വേർഡ് കേൾക്കാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാം. എന്താണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത്? ഞാനൊരു മാപ്പ് കാണിക്കാം. ഇത് കണ്ടോ? ഇറാൻ, ഒമാൻ ഈ രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കടലിടുക്കാണ് ഹോർമോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ? ഒരു ഫണൽ പോലെയാണ്, സ്ട്രെയിറ്റ് അല്ല. ശരിക്കും അപ്പോൾ ഇതുവഴിയുള്ള ഒരു സഞ്ചാരം കുറച്ച് സങ്കീർണതകൾ നിറഞ്ഞതായിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും അത്രയും എളുപ്പമായിരിക്കില്ല. ഇടുങ്ങിയ സഞ്ചാരപാതയാണിത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലിടുക്കിലൊന്നാണ് ഹോർമോസ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ചോക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇടുങ്ങിയ സഞ്ചാരപാത എന്നാണ് അർത്ഥം. കടലിലെ ഒരു ഇടുങ്ങിയ സഞ്ചാരപാതയാണ് ഈ ഹോർമോസ്. ഏകദേശം 54 കിലോമീറ്റർ വീതിയാണ് ഇതിനുള്ളത്. എന്നാൽ വീതി ഏറ്റവും കുറഞ്ഞ ഭാഗത്ത് 34 കിലോമീറ്ററേ ഉള്ളൂ. ഏറ്റവും വലിയ ഓയിൽ ടാങ്കറിനെ ഉൾക്കൊള്ളാനുള്ള ആഴവും വീതിയും ഇതിനുണ്ട്. പ്രധാനപ്പെട്ട ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഈ ഒരു കടലിടുക്കിൽ കൂടിയാണ്. അതുപോലെ യൂറോപ്പിലേക്ക് പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ജപ്പാൻ ഈ രാജ്യങ്ങളിലേക്കെല്ലാം ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്നതും ഈ ഒരു കടലിടുക്കിൽ കൂടിയാണ്. അപ്പോൾ തന്നെ ഹോർമോസിന്റെ പ്രാധാന്യം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നാൽ ഇതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സൗദി അറേബ്യയ്ക്കും UAE-ക്കും എല്ലാം അവരുടേതായ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്, ഓയിൽ ഗ്യാസ് ട്രാൻസ്പോർട്ടേഷനായിട്ട്. എന്നാൽ അതുവഴി ഒരു ദിവസം ട്രാൻസ്പോർട്ട് ചെയ്യാവുന്ന ഓയിൽ എന്ന് പറയുന്നത് 2.6 മില്യൺ ബാരൽ ഓയിലാണ്. ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് വഴി കഴിഞ്ഞ വർഷം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടത് 20 മില്യൺ ബാരൽ ഓയിലാണ് പെർ ഡേ, ഓരോ ദിവസവും. അതായത് ലോക ഉപഭോഗത്തിന്റെ ഏകദേശം 25%. അതുപോലെ തന്നെയാണ് ഗ്യാസും, LNG ഗ്യാസും ആഗോള ഉപഭോഗത്തിന്റെ 20% ഈ ഒരു കടലിടുക്ക് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പാത ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും തടസ്സം വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓയിൽ സപ്ലൈ ഡിലേ ആകും, ഷിപ്പിങ്ങിന്റെ കോസ്റ്റ് കൂടും. അതുമാത്രമല്ല ലോകത്താകമാന ഓയിലിന്റെ വില കൂടും. അതുകൊണ്ടാണ് ഈ ഹോർമോസിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞാൻ കളക്ട് ചെയ്തത് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട്സിൽ നിന്നാണ്.